ഈ മനുഷ്യൻ ചൊവ്വയിൽ ഇറങ്ങിയ ഉടൻ വലിയ കുഴപ്പത്തിലായി. ഈ സ്ഥലം ചൊവ്വയാണെന്ന് അയാൾക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും നടക്കാൻ ശ്രമിച്ചു, 77 തവണ. പക്ഷേ ഓരോ തവണയും അയാൾ മുഖമടിച്ചു വീണു. ദേഷ്യം വന്നപ്പോൾ അയാൾ ഒരു കല്ലെടുത്തെറിഞ്ഞു. അത് ആകാശത്ത് മിന്നിമറിഞ്ഞ് അപ്രത്യക്ഷമായി. അപ്പോഴാണ് അയാൾക്ക് ഇവിടുത്തെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിനേക്കാൾ വളരെ ദുർബലമാണെന്ന് മനസ്സിലായത്. കാൽനടയായി നടക്കുന്നത് ഇവിടെ ഒരുപകാരവുമില്ലെന്ന് അയാൾ പെട്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അയാൾ തന്റെ പഴയ രീതി ഉപയോഗിച്ചു, ഒരു സമയം 8 ചുവടുകൾ ചാടിക്കൊണ്ട്. അങ്ങനെ കുറച്ച് ചാട്ടങ്ങളിൽ അയാൾ 10 മൈൽ അകലെയുള്ള ഒരു മലയുടെ അടുത്തെത്തി. ശ്വാസം വിടാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് അയാൾ വിചിത്രമായ എന്തോ ഒന്ന് കണ്ടു. ഏകദേശം 2 മീറ്റർ ഉയരമുള്ള അനേകം അന്യഗ്രഹജീവികൾ ദേഷ്യത്തോടെ അയാളുടെ നേർക്ക് ഓടിവരുന്നു. ഈ മനുഷ്യൻ വായുവിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ നേതാവ് ഞെട്ടിപ്പോയി. ഇതുപോലെ ചാടുന്ന ഒരു ജീവിയെ അവർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ഉടൻ തന്നെ അവർക്ക് ആജ്ഞ വന്നു, ഇവനെ പിടിച്ച് ഒരു ഇരയെപ്പോലെ കൊണ്ടുവരൂ. അവർ അയാളെ അവരുടെ ഗോത്രത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവർ അയാളെ ഉയരത്തിൽ ചാടാൻ നിർബന്ധിച്ചു, പക്ഷേ അയാൾ വിസമ്മതിച്ചു. അത് അവരുടെ നേതാവിനെ കോപാകുലനാക്കി. അവർ അയാളെ പൂട്ടിയിട്ടു. ഒരു ചൊവ്വാഗ്രഹത്തിലെ കുട്ടിയെ പിടികൂടിയ പോലെയായിരുന്നു അത്. അവർ അയാളെ കൂടുതൽ പീഡിപ്പിച്ചു. കുളിക്കാനും മുഖത്ത് വിചിത്രമായ പേസ്റ്റ് പുരട്ടാനും അവർ നിർബന്ധിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ അയാളുടെ രക്തം തിളച്ചു. അയാൾക്ക് രാത്രിയിൽ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചു. പക്ഷേ വാതിൽക്കൽ ഒരു വലിയ അന്യഗ്രഹ നായ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അയാൾ ചങ്ങലകൾ തുറന്നു ചാടി. വിചിത്രമായ കാര്യം എന്തെന്നാൽ അയാൾ എത്ര ഉയരത്തിൽ ചാടിയാലും ആ നായ ഓരോ തവണയും ആദ്യം അവിടെയെത്തി. ഒടുവിൽ ദേഷ്യം വന്നപ്പോൾ അയാൾ ഒരു ഉയരം കൂടിയ കെട്ടിടത്തിൽ കയറി. പക്ഷേ ഭാഗ്യം അയാളുടെ ഭാഗത്തായിരുന്നു. അകത്ത് ചൊവ്വാഗ്രഹക്കാർ ആഘോഷിക്കുകയായിരുന്നു. അയാൾ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അന്യഗ്രഹ നായ ഹാളിലേക്ക് കയറി അയാളെ തുറച്ചുനോക്കി. ഈ മനുഷ്യൻ പ്രശ്നമുണ്ടാക്കുകയാണെന്ന് ചൊവ്വാഗ്രഹക്കാർ കരുതി. അവരെല്ലാം അയാളെ ആക്രമിച്ചു. പക്ഷേ മനുഷ്യൻ അവർക്കിടയിലേക്ക് ചാടിക്കേറി അവരെ തടഞ്ഞു. ഒരു ചെറിയ ഇടി ഒരു ചൊവ്വാഗ്രഹ ജീവിയുടെ മരണത്തിന് കാരണമാകുമെന്ന് ആർക്കറിയാം. തുടർന്ന് അവർ തമ്മിൽ വലിയൊരു പോരാട്ടം തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അയാൾക്ക് വധശിക്ഷ വിധിച്ചു. പക്ഷേ അവർ അയാളെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് 3 വലിയ ബഹിരാകാശ വാഹനങ്ങൾ ആകാശത്തുനിന്ന് ഇറങ്ങി. ചൊവ്വാഗ്രഹക്കാർ ഭയന്ന് ഒളിച്ചു. അപ്പോഴാണ് മറ്റൊരു വികസിത നാഗരികതയും ചൊവ്വയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത് 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നുവെന്നും അയാൾക്ക് മനസ്സിലായത്. ഒരു വിഭാഗത്തിന്റെ നേതാവ് സാബിൽ ആയിരുന്നു. അയാൾ ശത്രുവിന്റെ രാജകുമാരിയെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ അരാജകത്വത്തിൽ കപ്പലുകൾ പരസ്പരം കൂട്ടിയിടിച്ചു. രാജകുമാരി കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. അവൾ ചിറകുകൾ വിരിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങി. ആ നിമിഷം ആ കാഴ്ച മനുഷ്യന്റെ കണ്ണിൽ പതിഞ്ഞു.